എനിക്കൊരു എന്താ എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ മീനാക്ഷി എന്ന കഥാപാത്രം എന്ന് ഞാൻ ചെയ്ത് നിർത്തിയോ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരയ്ക്കും എയർപോർട്ടിൽ വെച്ചായിരുന്നാലും എവിടെ വെച്ചായിരുന്നാലും ആൾക്കാർ വന്നിട്ട് ഈ പവിത്രത്തിലെ മീനാക്ഷി എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ അവർ ഓടി വന്ന് ആദ്യം ചോദിക്കാൻ എൻ്റെ മുടിയെ പറ്റിയ എന്തിനു വെട്ടി അല്ല. അപ്പൊ അവരുടെ വിചാരം ആ സിനിമയിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, മുടി വെട്ടി എന്നിട്ട് ഇത്രയൊക്കെ വളർന്നോ. അന്നത്തെ ടെക്നോളജി ഇത്രയും വളർന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ഒരുവിധം ആൾക്കാർ അന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ഒറിജിനൽ മുടി വെട്ടി എന്നിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വയസ്സായിട്ടുള്ള അമ്മൂമ്മമാര് എന്നാലും കുട്ടിയെ മുടി ഇങ്ങനെ വെട്ടി കളഞ്ഞൂല്ലോ അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് ലാലേട്ടന്റെ അമ്മയായി കുറെ കാലം അഭിനയിച്ചു കഴിഞ്ഞാൽ ഇപ്പം പൊന്നമ്മ ചേച്ചി നമ്മുടെയൊക്കെ അമ്മ, അതുപോലെ തന്നെ ബിന്ദുജി എല്ലാവരുടെ അനിയത്തി. അല്ല, പക്ഷേ എന്നുള്ളൊരു വാക്കേ യുനോ അതെന്ത് സ്വീറ്റ് ആണ്, ഇപ്പോഴും ഓർക്കുക. ചേട്ടച്ചൻ എനിക്ക് എപ്പോഴും ഇന്നും ചേട്ടച്ചൻ തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ചേട്ടച്ചൻ എന്നുള്ള സങ്കല്പമല്ല, അങ്ങനെ തന്നെയാണ് മനസ്സിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് 2 സിനിമയെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളൂ. ഈ പവിത്രത്തിലെ മീനാക്ഷിയും പിന്നെ പിൻഗാമിയിലെ ഒരു ക്യാരക്ടറും ചെയ്തിരുന്നു. അങ്ങനെയാണ് 2 അനിയത്തിക്കുട്ടി റോൾസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എനിക്ക് വരുന്ന എല്ലാ കത്തുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ചേട്ടച്ചനെ ഉപദ്രവിച്ചില്ലേ. കത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഇന്നൊക്കെ എന്ന് വെച്ചാൽ ഈവൻ മൊബൈലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയ, കറക്റ്റ്. പക്ഷെ അന്നത്തെ കത്തിന്റെ ഒരു സ്വീറ്റ്നെസ് എത്ര എൻജോയ് ചെയ്തു കത്ത്. പവിത്രത്തിന് ശേഷം ഓണസ്റ്റ്ലി ഭയങ്കര ഒരു അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് കത്തുകൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അന്ന് ഈ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമയോ ക്യാമറയോ ഒന്നും പുതിയതായിരുന്നില്ല. ഡാൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പവിത്രത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. ആ വാക്ക് ഇന്നും അത് പവിത്രമാണ് ശരിക്കും. ഓണസ്റ്റ്ലി ടെക്നിക്കൽ സൈഡ് നോക്കിയാലും ആർട്ടിസ്റ്റിൻ്റെ സൈഡ് നോക്കിയാൽ ഏത് സൈഡിലും അതിനൊരു കുറവില്ലാത്തൊരു മൂവി. അതുകൊണ്ടാണ് പവിത്രത്തിന് ഇത്രയും ഡെപ്ത് വരുന്നത്. അതിലേറ്റവും ഒരു ന്യൂ കമ്മർ ഒന്നും പറഞ്ഞിടാത്ത ഒരാളെന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും എനിക്ക് ചുറ്റിനും എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു ടീനേജറാണ്. ആ ടീനേജറിന് മാത്രമല്ല, അന്ന് നമുക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖം വന്നു, നമ്മളവരെ പേടിപ്പിച്ചു, അങ്ങനെയല്ല. ചേട്ടൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗാങ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് രാജവേട്ടൻ, സന്തോഷേട്ടൻ, സാബു സിറിൽ, മ്യൂസിക് ഡയറക്ടർ ശരത്ത്, എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ തങ്കച്ചൻ അങ്കിൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്വന്തം മോളെ മാതിരി ഭയങ്കര ഒരാൾക്ക് എനിക്ക് തോന്നില്ല. ഞാൻ പറയും എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആ പവിത്രത്തിലൂടെ വരാനും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കയറാനും പറ്റിയത്. അങ്ങനെ അതാണ് എൻ്റെ ഒരു ഇന്നും എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും കരുതുന്നത്. ആ ഒരു സമയത്ത് ഒരു ടോട്ടൽ ടീമിൻ്റെ കൂടെ ഇത്രയും ഡെപ്തിലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. സത്യമായിട്ടും എനിക്കറിയില്ല. അപ്പോൾ ഇത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായിട്ട്, അതായത് എന്താ പറയുക, അവരിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ തിലകൻ ചേട്ടൻ, ശ്രീവിദ്യാമ്മ, ശോഭന, ശ്രീനിവാസ ഏട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെ നെടുമുടി വേണു, സുധീഷ്, അങ്ങനെ ഒരു KPC ലളിത. എനിക്ക് എൻ്റെ ഏത് സീനിലും എത്രയോ വർഷത്തെ ലെജൻഡറി ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് ഒരേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കാരണം ആ ഒരു റീടേക്ക് എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ സങ്കല്പിച്ചിരുന്നു. പിന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ട്. ഓണസ്റ്റ്ലി ഐ വാസ് പ്ലാൻ. കാരണം രാജീവ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരു ഒന്നാമത് രാജീവേട്ടനെ എനിക്ക് കുട്ടിക്കാലം മുതലേ പരിചയമുള്ളത് ഒരു വലിയ സപ്പോർട്ടീവ് ആയിരിക്കാം. ഒന്നാമത്. രണ്ടാമത് രാജീവേട്ടൻ എന്നെ ഒരു ആക്ടർ എന്ന നിലയിലേക്കാളും കൂടുതൽ ഒരു കുട്ടി അനിയത്തിയായിട്ട് എപ്പോഴും എൻ്റെ ലൊക്കേഷനിൽ ഈ ആക്ച്വലി ഒരു ദിവസമൊക്കെ ഇടയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറയും, ഇന്ന് ഞങ്ങൾ മ്യൂസിക് റെക്കോർഡ് ചെയ്തിട്ടു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാ റെക്കോർഡ് ചെയ്ത കാര്യം, സുജാത പാടിയിട്ടോ മോളുടെ ആ പാട്ട് പാടിയിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. ഷീ ഈസ് ആക്ച്വലി പുള്ളിങ് മീ ടുവേർഡ്സ് ദ മൂവി. എന്താണ് ആ സിനിമയിൽ നടക്കുന്നത്? ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ശ്രീരാഗമോ എന്നുള്ള പാട്ടിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ ആ പാട്ട് നടക്കുമ്പോൾ നമ്മൾ കണ്ണിൽ കാണുന്നതും വിഷ്വലി കാണുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ശരത് സാറിൻ്റെ കമ്പോസിഷൻ അല്ലേ, ആ മ്യൂസിക് ആയിരുന്നാലും ശരി, സന്തോഷേട്ടൻ്റെ ലെങ്സിൽ കൂടുന്ന കാണുന്ന അതിൻ്റെ ഒരു ഫ്രെയിം ആയിരുന്നാലും ശരി, ആ ഒരു ടോട്ടാലിറ്റി എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തന്നത് രാജീവേട്ടൻ.